ചാനലുകളിലെ അന്തിച്ചർച്ചയിൽ വന്നിരുന്നിട്ട് പിണറായി വിരുദ്ധതയും CPM വിരുദ്ധതയും നിരന്തരം വിളമ്പുന്ന ചില അന്തിച്ചർച്ചക്കാർ, രാഷ്ട്രീയ നിരീക്ഷകർ എന്ന് വിളിക്കപ്പെടുന്ന ചില ആൾക്കാർ, ചില മാധ്യമ നിരീക്ഷകർ, ഇവരുടെയൊക്കെ ഒരു ഷോ നമ്മൾ എത്രയോ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു മാറ്റം കണ്ടത് കഴിഞ്ഞ ദിവസം ശങ്കരൻ വക്കീൽ ഏഷ്യാനെറ്റിൻ്റെ ചർച്ചയിൽ വന്നിരുന്നിട്ട് വളരെ വ്യത്യസ്തമായൊരു നിലപാട് എടുക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ ശങ്കരൻ വക്കീലിനെ അഭിനന്ദിക്കുന്നു, ജയശങ്കറെ. കാരണം ഇത്രയും കാലം പിണറായി വിരുദ്ധതയും CPM വിരുദ്ധതയും ഒരു മേമ്പൊടിയായിട്ട് കൊണ്ടു നടന്ന ജയശങ്കർ വക്കീൽ വന്നിരുന്നിട്ട് പറയുകയാണ്, KSEB ഉദ്യോഗസ്ഥർ ഫ്യൂസ് ഊരിയതിനെ തടഞ്ഞ് മർദ്ദിച്ച് ഓഫീസ് കയറി ആക്രമിച്ച നടപടി തികച്ചും നിയമവിരുദ്ധമാണ്, തോന്നിയാസമാണ് എന്ന് ജയശങ്കർ വക്കീൽ, അല്ലെ ശങ്കരൻ വക്കീൽ എന്ന് നമ്മൾ കളിയാക്കി വിളിക്കുന്ന അദ്ദേഹം പറഞ്ഞു ഏഷ്യാനെറ്റ് ചാനൽ ചർച്ചയിൽ. എന്തേ അങ്ങനെ പറയേണ്ടി വരുന്നത്? ഇത് യൂത്ത് കോൺഗ്രസ് നേതാവ്, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിലുള്ള 1 ഡസനോളം കണക്ഷൻ, വീട്ടിലെ കണക്ഷൻ, ബാക്കി കൊമേഴ്ഷ്യൽ കണക്ഷൻ, കൃത്യമായിട്ട് പൈസ അടയ്ക്കില്ല. പൈസ അടയ്ക്കാതിരിക്കുമ്പോൾ KSEB ഉദ്യോഗസ്ഥർ പോയി ഫ്യൂസ് ഊരും, അല്ലെങ്കിൽ ലൈൻ കട്ട് ചെയ്യും. സ്വാഭാവികമാണ്. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ വീട്ടിലെ കണക്ഷൻ 2 മാസം കൂടുമ്പോൾ വരുന്ന ബില്ല്, അതിനകത്തൊരു ഇപ്പം എല്ലാം ഡിജിറ്റലാണ് ബില്ല് വരുന്നത്, ഓൺലൈൻ ഡിജിറ്റൽ ബില്ലും ഓൺലൈനിൽ നമുക്ക് വാട്സപ്പിലും അല്ലെ മെസ്സേജ് നമുക്ക് വരും. ഇത്രാം തീയതി പേയ്മെൻറ്റ് ഡേറ്റ്, ഡ്യൂ ഡേറ്റ് എന്ന് പറയും. അത് കഴിഞ്ഞാൽ പിന്നെ ഡിസ്കണക്ഷൻ ഡേറ്റ്, അതൊരു ആഴ്ച കൂടെ അധികം നമുക്ക് നീട്ടിത്തരും. ഡിസ്കണക്ഷൻ ഡേറ്റിലും നമ്മൾ പൈസ, നമ്മുടെ വൈദ്യുതി ബില്ല് അടച്ചില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? KSEB ഉദ്യോഗസ്ഥർ വന്നിട്ട് ലൈൻ കട്ട് ചെയ്യും. അത് നിയമവിധേയമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഇതെന്താ? ഇത് തികച്ചു ഹാബിച്വൽ ഒഫൻഡറാണിത്. ഈ തിരുവമ്പാടിയിലെ ഈ പറയുന്ന താമരശ്ശേരി തിരുവമ്പാടിയിലെ ഈ അജ്മൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ നേതാവ്, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കണക്ഷൻ, കൊമേഴ്ഷ്യൽ കണക്ഷൻ, സ്ഥിരം വൈദ്യുതി ബില്ല് കൃത്യമായിട്ട് അടയ്ക്കില്ല, പലതവണ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതിന് നോട്ടീസ് KSEB ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഫ്യൂസിലായി ചെല്ലുമ്പോൾ അവിടെ ചെല്ലുന്ന ഉദ്യോഗസ്ഥനെ തല്ലുക, മർദ്ദിക്കുക, എന്നിട്ട് KSEB ഓഫീസിൽ പോയിട്ട് അക്രമം കാണിക്കുക, അവിടുത്തെ ഫർണിച്ചറെല്ലാം തകർക്കുക, ആൾക്കാരെ മർദ്ദിക്കുക. എന്നിട്ട് ഇതിനെ ന്യായീകരിക്കാൻ കുറേ മാധ്യമങ്ങൾ, മുഖ്യധാര മാധ്യമങ്ങൾ, ഏഷ്യാനെറ്റിലെ അന്തിച്ചർച്ച ഉൾപ്പെടെ, ഈ നാട്ടിൽ നിയമപാലനം നടത്താൻ പറ്റൂലേ? കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന പിന്നെ അവതാരക വേഷം ആരായാലും, അല്ലെ ചർച്ചയിൽ പങ്കെടുക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകർ, മാധ്യമ നിരീക്ഷകർ, ഈ ആരുടെയെങ്കിലും വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുന്നത്, ഒരു ബില്ല് അടച്ചില്ലെങ്കിൽ വിച്ഛേദിക്കില്ലേ? കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ വിച്ഛേദിക്കില്ലേ? എന്നിട്ട് ഈ മാതിരി വർത്തമാനം വന്നിരുന്ന് പറയുക. അപ്പോൾ ശങ്കരൻ വക്കീൽ ഈ എടുത്ത നിലപാടിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. മറ്റു കാര്യങ്ങളിലും ഈ നിലപാടുണ്ടായാൽ നന്നായിരുന്നു. ഇതിൽ അദ്ദേഹം ഏഷ്യാനെറ്റിൻ്റെ അവതാരകനോട്, ന്യൂസ് ആങ്കറോട് പിന്നെ തർക്കിക്കുന്നുണ്ട്. അപ്പോൾ ശങ്കരൻ വക്കീൽ ന്യൂസ് അവതാരകനുമായിട്ട് തർക്കിക്കുന്നത് ഞാൻ കാണേണ്ടി വന്നു ഏഷ്യാനെറ്റ് ന്യൂസിൽ. അത് നല്ല രസകരമായിട്ട് തോന്നി. ശങ്കരൻ വക്കീൽ ഇത്തരം നിലപാടെടുത്താൽ ശങ്കരൻ വക്കീലിനും കൊള്ളാം. അതിന് കമൻസ് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ശങ്കരൻ വക്കീലിനെ പിന്നെ വിമർശിച്ചിട്ട്, നിങ്ങൾ ഇത്രയും നാൾ താങ്ങി പറഞ്ഞത് ഇപ്പം മാറ്റി പറഞ്ഞില്ലേ? ഇതിനകത്ത് പിണറായി വിരുദ്ധതയോ CPM വിരുദ്ധതയോ അല്ല CPM അനുകൂലമോ പിണറായി അനുകൂലമോ ഒന്നും ഇല്ല. നിയമലംഘനമാണ്. അത് ആരായാലും, ഏത് യൂത്ത് കോൺഗ്രസ് നേതാവായാലും, ഏത് പിന്നെ ഇടതുപക്ഷക്കാരനായാലും, ഈ വൈദ്യുതി ബില്ല്, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, ഇതൊക്കെ കൃത്യമായിട്ട് അടയ്ക്കണം. അടയ്ക്കുന്നതിന് ഒരു ഡേറ്റ് തരും. ആ ഡേറ്റിനുള്ളിൽ അടച്ചില്ലെങ്കിൽ അത് വന്ന് കണക്ഷൻ വിച്ഛേദിക്കും. അത് നിയമപരമാണ്. അതിനെ തടയാനൊന്നും ആരും ശ്രമിക്കരുത്. ഇത് നിയമം കയ്യിലെടുത്തിട്ട് ഒരു തോന്നിയാസം കാണിച്ചിട്ട് പിന്നെ അന്തിച്ചർച്ചകൾ എന്തായിരുന്നു കഴിഞ്ഞ 2 ദിവസമായിട്ട് ചാനലുകളിൽ, പത്രങ്ങളിലെ വാർത്തകൾ, KSEBയെ, വൈദ്യുതി ബോർഡിനെ അപമാനിക്കുക, ജീവനക്കാരെ അപമാനിക്കുക. അവർ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. അപ്പം ഇത് അങ്ങ് മേക്കിട്ട് കയറുകയാണ്. KSEB
അപ്പൊ എങ്ങനെ പിണറായി വിജയനെതിരെ LDF-നെതിരെ അടുത്തൊരു ആയുധം തുറക്കാം, പിന്നെ കൂട്ടം എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കി ഓരോന്ന് ചെയ്തു കൂട്ടുകയാണ്. ന്യായം ന്യായമാണ്, നീതി നീതിയാണ്. അതിനെ നമ്മൾ മാനിക്കണം. നമുക്ക് ഈ കറണ്ട് തരാൻ വേണ്ടി, വീട്ടിലെ വൈദ്യുതി കണക്ഷൻ തരാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് അല്ലെ സർക്കാർ എത്ര കോടി രൂപ മുടക്കിയിട്ടാണ് നമ്മുടെ വീട്ടിൽ കറണ്ട് വരുന്നത്? ഗാർഹിക കണക്ഷന് സബ്സിഡി റേറ്റാണ്, കൊമേഴ്ഷ്യൽ കണക്ഷന് കച്ചവടം ചെയ്യുന്നവർക്ക് റേറ്റ് വേറെയാണ്. നമുക്ക് സബ്സിഡി റേറ്റിലാണ് ഗാർഹിക കണക്ഷൻ KSEB തരുന്നത്. അതായത് കറണ്ടിന്റെ മുഴുവൻ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരുന്നില്ല. സബ്സിഡി ഉണ്ട്, റേറ്റ് ഉണ്ട്, യൂണിറ്റിന് ഇത്ര. കൊമേഴ്ഷ്യൽ കണക്ഷൻ ആകുമ്പോൾ ഇത്ര, അതിന് യൂണിറ്റിന് അതിന്റെ റേറ്റ് ഉണ്ട്. ഇത് 11ഓളം കണക്ഷൻ ഉള്ള ഒരാള് തിരുവമ്പാടിയില് ഈ യൂത്ത് കോൺഗ്രസ് നേതാവ്, അദ്ദേഹത്തിന്റെ മകനായ അജ്മൽ യൂത്ത് കോൺഗ്രസ് നേതാവ് ഇത്താനി ഗുണ്ടായുസം കാണിച്ചിട്ട് ബില്ല് അടയ്ക്കാതിരിക്കുകയും വരുന്നവര് KSEB ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്താ ഇതിന്റെ ഫലം? എന്താ അതിന് ബാക്കി നടപടി വേണ്ടത്? KSEB-യുടെ ചെയർമാന് ബിജു പ്രഭാകർ സ്വീകരിച്ച നടപടി, മന്ത്രി അതിൽ ഇടപെട്ടു. ആദ്യഘട്ടത്തിൽ മന്ത്രിക്ക് സംശയം തോന്നി, ഇതിനകത്ത് നീതി നിഷേധമുണ്ടോ? ഒരു നീതി നിഷേധവും ഇല്ല. വീട്ടിൽ ഉപയോഗിക്കുന്ന കറണ്ടിന്റെ കാശടയ്ക്കണം ഏത് പൗരനായാലും.